ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളിയായിട്ടുള്ള ബീഫ് കൊണ്ടാട്ടമാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്, ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുക്കറിലേക്ക് 1/2 കിലോ ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. 1/2 കിലോ ബീഫിലുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കുറേശ്ശെ എടുത്തിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരക്കൊന്നും വേണ്ട, ഒന്ന് ചതച്ചാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം, എരിവിനനുസരിച്ച്. 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പാകത്തിനുള്ള ഉപ്പ്, ഈ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ബീഫ് വേവിക്കുന്നത്. ഇനി വെന്ത് വരുമ്പോൾ ഒരുപാട് വെള്ളം അതിൽ കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് 1 വിസിൽ വന്നാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കൂടുതൽ വിസിൽ വരുത്തരുത്. 1 വിസിൽ വന്നാൽ ലോ ഫ്ലെയിമിൽ ഇടുക. ഞാനൊരു 5 മിനിറ്റ് ഇട്ടപ്പോൾ തന്നെ വെന്തു. ഓരോരുത്തരുടെയും ബീഫിന് ഓരോ വേവായിരിക്കും. മാത്രമല്ല കുക്കറിൻ്റെ ഇതിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കുറച്ച് വെള്ളം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നിട്ടും വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബീഫ് അവിടെ മാറ്റി വെച്ചു. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഈ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് ആ കുക്കറിൽ തന്നെ വെച്ചിട്ട് വെള്ളം വറ്റിച്ചാൽ മതി. പക്ഷേ ഞാനിങ്ങനെ ചെയ്യാൻ കാരണം ഒരു പരന്ന പാനിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിക്കോളും. നമ്മൾ കുക്കറിൽ തന്നെ ആവുമ്പോൾ കുറച്ചധികം സമയമെടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. നമുക്ക് ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ ബീഫ് നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നല്ല ബ്ലാക്ക് കളറിലൊക്കെ ആക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല ഈ സ്റ്റേജിൽ തന്നെ. പക്ഷേ ഞാനിപ്പോൾ ഇത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. ബാക്കി പ്രോസസ്സൊക്കെ നമുക്ക് കൊണ്ടാട്ടം ആക്കി എടുക്കുമ്പോൾ ചെയ്യാം. ഇപ്പോൾ ഇതാ വെള്ളം അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യം തന്നെ അതിൽ കുറച്ച് എണ്ണ ഉണ്ട്. ഇനിയൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞത്, 4-5 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തു. എണ്ണ ഓരോ തവണയും കുറച്ച് മാത്രമേ ഒഴിക്കാൻ ശ്രമിക്കുക. 2-3 തവണകളായിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട് അതിൽ, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഏകദേശം 1 ടീസ്പൂണൊക്കെ എണ്ണ ഉണ്ടാവും. വെളിച്ചെണ്ണ തന്നെയാണ് എല്ലാം എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക. നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി, ഒരു 5-6 അല്ലി ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വലിയ ചുവന്നുള്ളിയാണ്. ഏകദേശം ഒരു സവാള രൂപത്തിലുള്ള ചുവന്നുള്ളി ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തീരെ ചെറുത് തന്നെയായിരുന്നു, പക്ഷേ ചുവന്നുള്ളിയുടെ കൂട്ടത്തിൽ കിടക്കുമ്പോൾ കുറച്ച് വലുതായിരുന്നു. അപ്പോൾ അതൊരു 4-5 എണ്ണം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിതാ ഒരു സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായിട്ട് വഴന്ന് വരണം. പക്ഷേ സവാള മെല്ലെ ഒന്ന് വഴണ്ടാൽ മതി. നമുക്ക് ബീഫ് കൊണ്ടാട്ടം കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ രീതിയിൽ ആയാൽ മതി. ഒരുപാട് സമയം അങ്ങനെ ഇട്ട് വഴറ്റണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മൾ ബീഫ് വേവിച്ചപ്പോഴും ഇട്ടിട്ടുണ്ട്, ഈ സമയത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുരുമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ, എരിവിനനുസരിച്ച്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, എല്ലാം നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം കുറേശ്ശെ ഇട്ടാൽ മതി. 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്തിരി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ബീഫിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ഈ മസാലയിലേക്കുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്യാൻ, പൊടികൾ കരിഞ്ഞു പോവും. ഗരം മസാലയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ
ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഒഴിക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ സോസ് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ടൊമാറ്റോ സോസ് എത്രയുണ്ടോ അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ നിറയെ ഇടിച്ച മുളക് അല്ലെങ്കിൽ ചതച്ച മുളക് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രഷ്ഡ് ചില്ലി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലെ ഇടിച്ച മുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1/2 കിലോ ബീഫല്ലേ ഉള്ളൂ, അപ്പോൾ അതിനുള്ളത് ഇട്ടാൽ മതി. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല കിഡ്ലൻ ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ കൊണ്ടാട്ടമൊക്കെ ആക്കണതിൻ്റെ മുമ്പ് തന്നെ നമ്മളിങ്ങനെ ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണിത്. പ്രത്യേകിച്ച് ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. കാരണം ഒരു പ്രത്യേക ഫ്ലേവറാണ് അങ്ങനെ ചെയ്യുമ്പോൾ. കാരണം ചെറിയൊരു മധുരവും നല്ല എരിവും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിലിടുക. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഏറ്റവും അവസാനം 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുമൊന്നുമില്ല, ചെറിയൊരു ഫ്ലേവർ കിട്ടുന്നേ ഉള്ളൂ. പിന്നെ നമ്മളൊരു ചെറുനാരങ്ങയുടെ പകുതി ഇതുപോലെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ആണ് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ചെറുനാരങ്ങയുടെ പകുതി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പുളിപ്പ് കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഏകദേശം റെഡിയായി. ഇനി ആ ചെറുനാരങ്ങ നീര് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം റെഡിയായി. അടിപൊളി റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്